ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടനെ ഈ ഒരു നാമം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ വലിയ സമ്പത്ത് വന്നു ചേരുമെന്നുള്ളതാണ്. മാത്രമല്ല എത്ര വലിയ തടസ്സങ്ങളെ മാറ്റിത്തരും, അപാരമായ വശ്യമുണ്ടാകും, എന്ത് കാര്യവും ശിവഭഗവാൻ സാധിച്ചു തരും. അങ്ങനെയുള്ള ഒരു നാമമാണ്. അത് എങ്ങനെയാണ് ഉരുവിടേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു ശിവരഹസ്യം ആരറിയുന്നോ അവർ ശിവനെ അറിഞ്ഞിരിക്കും. ഒരു സംശയം വേണ്ട, 100% ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഉള്ളവർക്ക് ഈ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. അതാരാണെങ്കിലും ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ശുദ്ധമായ ബോധമാണ്. ഏതൊരാൾക്കും ചെയ്യാം, ചെയ്യുന്നവർ മാത്രമേ അറിയത്തുള്ളൂ ഈ വിദ്യ. അങ്ങനെയുള്ളവർ അല്ലെ പിന്നെ അവർ പറയണം, അല്ലാതെ ഇത് ആരും അറിയത്തില്ല ഈ വിദ്യ ചെയ്യുന്നവർ. അതുകൊണ്ട് ഇത് ആർക്കും ചെയ്യാം, എവിടെ ഇരുന്നും ചെയ്യാം. അത്ഭുതകരമായ ആശ്ചര്യകരമായ ശിവരഹസ്യമാണ് പറയാൻ പോകുന്നത്. 1 രൂപ ചെലവില്ലാതെ നിങ്ങൾ എവിടെ ഇരുന്നും നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഈ ലളിതമായ ശിവവിദ്യ 1 മിനിറ്റ് പോലും വേണ്ട, അര മിനിറ്റ് കൊണ്ട് പോലും ചെയ്യാം. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിത്തുടങ്ങുമെന്നുള്ളതാണ്. നിങ്ങളെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളോ അതൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകും. നിങ്ങൾക്ക് എന്തെല്ലാം ദോഷങ്ങളുണ്ടോ, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മദോഷം, പാപദോഷം, അതുപോലെ കുടുംബദോഷം, അതുപോലെ ദൃഷ്ടിദോഷം, സർപ്പദോഷം എന്ന് വേണ്ട എന്തെല്ലാം കർമ്മദോഷങ്ങൾ നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ അതെല്ലാം മാറ്റിത്തരുന്ന ഒരു വിദ്യയാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു കഴിയുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ മനസ്സിന് അതുവരെ കിട്ടാത്ത ഒരു ശിവ ഭഗവാന്റെ അനുഭവം, അപാരമായ സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും. 1 ദിവസമോ 2 ദിവസമോ ചെയ്തുകൊണ്ടല്ല, ഇത് ദിവസവും കഴിവതും ചെയ്യണം. പക്ഷേ ചിലർക്ക് ചിലപ്പോൾ 1 ദിവസം 2 ദിവസം ചെയ്യുമ്പോൾ തന്നെ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങും. അല്ലാത്തവർ ചിലപ്പോൾ ഇത് ആവർത്തിക്കണം. അപ്പോൾ ഈ വിദ്യ ഏതൊരാൾക്കും പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ജോലി സമ്മർദ്ദം കൊണ്ട് എത്ര അറിവുള്ള ആളുകളാണേലും എത്ര വിദ്യാഭ്യാസമുള്ള ആളാണേലും ഈ ജോലി സമ്മർദ്ദം കൊണ്ടും അവരുടെ മനസ്സിന് ടെൻഷൻ കയറിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. ജീവിതം തന്നെ ചിലപ്പോൾ എന്തും ചെയ്യാം. അപ്പോൾ ഈ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ശിവരഹസ്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്കൊരു സംരക്ഷണം പോലെ ഈ ഒരു നാമം നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളുടെ ഏത് കാര്യവും പെട്ടെന്ന് സാധിച്ചു കിട്ടും. നിങ്ങളെ എല്ലാവരും അംഗീകരിക്കും. നിങ്ങൾ പറയുന്നത് ആളുകൾ കേൾക്കും. നിങ്ങൾ ഇപ്പോൾ ഏത് തൊഴിൽ ചെയ്താലും നിങ്ങൾ തൊഴിൽ ചെയ്യുന്നിടത്ത് ആളുകൾ കൂടുതൽ വന്നു തുടങ്ങും. നിങ്ങളുടെ വരുമാനം വർദ്ധിച്ചു തുടങ്ങും. നിങ്ങളിപ്പോൾ ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും. ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. വലിയ സമ്പത്തും ഭഗവാൻ നൽകും. മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങളൊന്നും പറയണ്ട, ആവശ്യപ്പെടേണ്ട, ഭഗവാൻ എല്ലാം നടത്തി തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഏറ്റവും ഒരു ശിവരഹസ്യമാണ്. ഇതുവരെ പറയാത്ത ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. അത് എല്ലാവരും കാണുക, ഇതെല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങളെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എൻ്റെ മനസ്സിലൊന്നുമില്ല, എല്ലാവർക്കും ആ നന്മ ഉണ്ടാകണം. എല്ലാവരും ആ ഭഗവാനെ അനുഭവിക്കണം. എല്ലാവരുടെ മനസ്സിലും സന്തോഷം, സമാധാനം, സമ്പത്ത്, ജീവിക്കാൻ ആവശ്യമായ വശ്യത, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ആ ഒരു ആകർഷണീയത അല്ലെങ്കിൽ ഒരു വശ്യത, അതുപോലെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത്, അതുപോലെ ആപത്തുകൾ ഒഴിവാകുക. അവരുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് മനസ്സിനെ ആ ശിവനെ അറിയുന്ന, നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന, നിങ്ങൾക്ക് വലിയ ഐശ്വര്യങ്ങൾ നൽകുന്ന വിദ്യയാണ്. ശരിക്കും ഇത്തരം വിദ്യകളാണ് അറിയേണ്ടത്, ഇത്തരം വിദ്യകളാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ എത്ര ഒരു കഴിവുള്ള ആളായിക്കോട്ടെ, വിദ്യാഭ്യാസമുള്ള ആളായിക്കോട്ടെ, ഒരു ടെൻഷൻ വന്ന് മനസ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം തന്നെ ചിലപ്പോൾ താറുമാറാണ്. നിങ്ങൾ എന്തോ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു ശിവവിദ്യ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ മോശമായ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. മാത്രമല്ല, നിങ്ങളിപ്പോൾ ഈ വിദ്യ ചെയ്യുന്ന ഒരു കടയിൽ കയറിയാൽ തന്നെ ആ കടയിലും ചിലപ്പോൾ തിരക്ക് വരും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഇത് ശരിക്കും ശിവബോധം തന്നെയാണ്. ഇത് അറിയുന്നവർ ഭാഗ്യവാന്മാരാണ്. അതാരാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ചെയ്യുന്നവർ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അതുപോലത്തെ കാര്യം ഇതാരും പറഞ്ഞു തരത്തില്ല. എത്ര ലക്ഷങ്ങൾ കൊടുത്താലും പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യം. കാരണം അറിയണം. ഇത് ഞാൻ ഓരോ ശ്വാസത്തിലും മുഴുവൻ സമയം ആ ശിവനാമം ജപിക്കുന്ന ഒരാളാണ്. അപ്പം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവവിദ്യ ചെയ്യുന്നതാണ്. അങ്ങനെ
നമ്മുടെയൊക്കെ എത്രയോ വർഷത്തെ ജന്മാനുജന്മങ്ങളായിട്ടുള്ള ആ ജപവും തപസ്സും ധ്യാനവും ഒക്കെ കണ്ട ആത്മാവിലുള്ള സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് നോക്കുന്നത്. വാട്സപ്പ് ഇട്ടാൽ മതി, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത് പറയും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതൊക്കെ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യന്തരം ഒരാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറയും. അത് പിന്നെ ശരനൂൽ രഹസ്യങ്ങൾ, അത് മറ്റാരും പറഞ്ഞു തരാത്ത ശരനൂൽ വിദ്യകളായിരിക്കും. എല്ലാം ശാസ്ത്രവിദ്യകൾ, രഹസ്യം, നല്ല കാര്യങ്ങളായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഞാൻ ആദ്യമേ അത് പറയും. പിന്നെ എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. പറ്റുന്ന അത്ര റിപ്ലൈ കൊടുക്കും. ഫ്രീ ആകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്ക് ചെയ്യണം, നിങ്ങൾ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. നിങ്ങൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്കുകൾ തന്നെ പലപ്പോഴും സമയത്തിന് തീരാറില്ല. ഞാൻ മിക്കവാറും ഫ്രീ ആകാറില്ല. പിന്നെ മുൻഗണനാക്രമത്തിൽ ബുക്കിംഗ് ആയിട്ട് എടുത്തിട്ട് ധൃതി വെക്കാത്തവർക്ക് അത് ചെയ്യുമ്പോൾ എന്നാലാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും. ഓരോ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറയുന്നതാണ്. നിങ്ങൾ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകിൽ കാലും മുഖവും കൈയും കഴുകിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ് ചെയ്യുക. എന്നാണെങ്കിലും ജലാംശം ജലം തൊട്ട് ശരീരത്തെ ഉണർത്തിയ ശേഷം ഇത് ചെയ്യാവുള്ളൂ. ഇനി രാവിലെ കിടക്കപ്പായ ഉണർന്നു കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന മന്ത്രങ്ങളും കാര്യങ്ങളും പ്രാർത്ഥനയും എല്ലാം ചൊല്ലിക്കഴിഞ്ഞ് കുളി കഴിഞ്ഞിത് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കൈയും കാലും മുഖവും കഴുകിയിട്ട് ഇത് ചെയ്യാം. നിങ്ങൾക്ക് ഈ പുൽപ്പായിലിരുന്നോ അല്ലെ കസേരയിരുന്നോ എങ്ങനെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. ഇത് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനിയിപ്പം കിഴക്ക് ദിക്ക്, ഇപ്പം വിദേശത്തൊക്കെ ഉള്ളവരാണ്, അവർക്ക് ദിക്ക് ചിലപ്പം കറക്റ്റായിട്ട് അറിയണമെന്നില്ല. എങ്കിൽ ഏത് ദിക്കിലോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്താലും ഫലമുണ്ടാകും, ഒരു കുഴപ്പമില്ല. ഇത് രാവിലെ വൈകിട്ട് 2 നേരം ചെയ്യാം. ഇത് ഒരു സെക്കൻഡ് കൊണ്ട് പോലും ചെയ്യാവുന്ന വിദ്യയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കിഴക്കോട്ടിരുന്ന് നിങ്ങൾ കണ്ണ് തുറന്നിരുന്ന് മനസ്സിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിക്കുക. ശിവലിംഗം ധ്യാനിച്ചിട്ട് ആ ശിവലിംഗത്തിന് ചുറ്റും മനസ്സുകൊണ്ടൊന്ന് വലം വയ്ക്കുക. സങ്കല്പിച്ചാൽ മതി. അപ്പം ഈ ഒരു മന്ത്രം ജപിക്കണം. ജഗത് സർവം ശിവോഹം, ജഗത് സർവം ശിവോഹം, ജഗത് സർവം ശിവോഹം എന്നും പറഞ്ഞു. ഇപ്പോൾ ഇതൊരു ശിവലിംഗമാണെന്ന് വിചാരിക്കുക. ഇതിന് ചുറ്റും മനസ്സുകൊണ്ടൊന്ന് പ്രദക്ഷിണം വയ്ക്കുക. സങ്കല്പിച്ചാൽ മതി. ജഗത് സർവം ശിവോഹം, ജഗത് സർവം ശിവോഹം. ഇത് കണ്ണു തുറന്ന് മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ചെയ്യുക. ഇത് ഒരു 3 തവണ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ കണ്ണടച്ച് ഒരു ചിന്തയുമില്ലാതെ ആ ഹൃദയത്തിൽ, ആ ശിവലിംഗത്തിൽ ധ്യാനിച്ചിരിക്കുക. ഇത് പരമമായ വിദ്യയായി പറഞ്ഞു തരുന്നത് കേട്ടോ, പരമമായ വിദ്യയാണ്. അപ്പോൾ ഇത് എല്ലാം മനസ്സിലാണ്, നിങ്ങൾ വാഗൊണ്ടൊന്നും ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സ് കൊണ്ടുവരിക, ആ ശിവലിംഗത്തിൽ കൊണ്ടുവരിക. അപ്പം ആ ശിവലിംഗം മനസ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വേറെ യാതൊരു ചിന്തയും വേണ്ട. അവിടെ അങ്ങനെ കണ്ണടച്ചിരിക്കുക ധ്യാനിച്ച്. അപ്പോൾ അവിടെ നിങ്ങളില്ലാതെയാവുകയാണ്, നിങ്ങളെന്നുള്ള ചിന്തയില്ലാതാവുകയാണ്. ശ്വാസമൊക്കെ എപ്പോഴും സാധാരണ പോലെ എടുക്കുകയും വിടുകയും ചെയ്യുക. അതിൻ്റെ അകത്തുനിന്നൊരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഇതെല്ലാം മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഹൃദയത്തിൽ ശിവലിംഗം ഇത് പിന്നെ ധ്യാനിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളെന്നുള്ള ചിന്ത അവിടെ വേറെ ഇല്ലാതാവുകയാണ്. നിങ്ങളുടെ വിഷമങ്ങൾ അത്രയും നേരം ഇല്ലാതാവുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ ഇല്ലാതാവുകയാണ്. നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതാവുകയാണ്. നിങ്ങളുടെ അഭിമാനം ഇല്ലാതാവുകയാണ്. ഞാൻ എന്ന് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് അഹങ്കാരവും അഭിമാനവും ദേഷ്യവും സങ്കടവും വിഷമവും കഴിവുകേടും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ഞാനെന്നൊരു ചിന്തയില്ലാതെ ഭഗവാനെ മാത്രം ശിവലിംഗ ഹൃദയത്തിൽ ധ്യാനിച്ച് വെറുതെ മനസ്സുകൊണ്ട് ധ്യാനിച്ചിരിക്കുക. അപ്പോൾ അതിനു മുമ്പ് കണ്ണ് തുറന്നുകൊണ്ട് ആ ശിവലിംഗത്തെ മനസ്സുകൊണ്ട് 3 തവണ ജഗത് സർവം ശിവോഹം, ജഗത് എന്ന് വെച്ചാൽ ലോകം, ജഗത് സർവം എന്ന് വെച്ചാൽ എല്ലാം, ശിവോഹം എല്ലാം ശിവനാണ്. ഞാനും നിങ്ങളും കാണുന്നതും കേൾക്കുന്നതും എല്ലാം ശിവോഹത്തിനുള്ളിലാണ്. ശിവോഹത്തിനുള്ളിലുള്ള ശിവോഹമാണ് നിങ്ങൾ. അതാണ് അതിൻ്റെ രഹസ്യം. അതായത് എല്ലാം ശിവനാകുന്നു എന്നാണ് അർത്ഥം. ശിവൻ എന്ന് വെച്ചാൽ ശുദ്ധമായ ബോധമാണ് ശിവൻ. അപ്പം ആ ശിവലിംഗത്തെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച്
ആദ്യം ചെയ്യേണ്ടത് കണ്ണ് തുറന്ന് ഹൃദയത്തിൽ ശിവലിംഗം, ചെറിയൊരു ശിവലിംഗം ധ്യാനിച്ചിട്ട് ആ ശിവലിംഗത്തിന് ചുറ്റും മനസ്സുകൊണ്ടൊന്ന് വലം വയ്ക്കുക, സങ്കല്പിച്ച് കണ്ണ് തുറന്നു. അപ്പോൾ മനസ്സിൽ ജഗത് സർവം ശിവോഹം, ജഗത് സർവം ശിവോഹം, ജഗത് സർവം ശിവോഹം എന്ന് ജപിക്കുക. അതിനുശേഷം വെറുതെ കണ്ണടച്ച് ഹൃദയത്തിലെ ആ ശിവലിംഗത്തെ ധ്യാനിച്ച് ഒരു ചിന്തയുമില്ലാതെ, ഒന്നും ചിന്തിക്കേണ്ട, അത്ര നേരം ധ്യാനിക്കുക, അത്ര നേരം നിങ്ങളെന്നുള്ള ചിന്തയില്ലാതെ, യാതൊരു ചിന്തയുമില്ലാതെ വെറുതെ ആ ശിവലിംഗത്തെ ധ്യാനിച്ച് അതിൽ ലയിച്ചിരിക്കുക. ഇത് നിങ്ങൾ നിത്യേന അര മിനിറ്റോ 1 മിനിറ്റോ 1 സെക്കൻഡോ പോലും ചെയ്താൽ നിങ്ങളുടെ ജീവിതം അന്ന് മുതൽ മാറിത്തുടങ്ങും. ചെയ്തു നോക്കിക്കൂ. ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ എനർജി നിങ്ങളിലേക്ക് വരും. അപ്പം ഇത് എങ്ങനെയാണ് ഭഗവാന്റെ എനർജി നിങ്ങളിലേക്ക് വരുന്നത്? നമ്മൾ ശിവലിംഗം ഹൃദയത്തിൽ ധ്യാനിച്ച്, ഇനി എൻ്റെ രഹസ്യമാണ് പറഞ്ഞു തരുന്നത്, അതുകൂടെ അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. ശിവലിംഗം ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ ധ്യാനിക്കുന്നത്? ഹൃദയത്തിലാണ് പ്രാണൻ കുടികൊള്ളുന്നത്. പഞ്ചപ്രാണനുണ്ട്, അതിൽ പ്രാണൻ കുടികൊള്ളുന്നത്. നമ്മുടെ പ്രാണൻ പോകുമ്പോഴാണ് നമ്മൾ മരിക്കുന്നത്, അല്ലേ? ആരെങ്കിലും പറയാറുണ്ടോ അയാളുടെ അഭാവനൻ പോയി, അല്ലെ അയാളുടെ സമാനൻ പോയി, അല്ലെ അയാളുടെ ഉദാനൻ പോയി? പഞ്ചപ്രാണനിൽ പ്രാണന്റെ പേര് മാത്രമേ പറയാറുള്ളൂ. മരിക്കുമ്പം അയാളുടെ പ്രാണൻ പോയെന്നാണ് പറയുന്നത്. മറ്റു വായുക്കളുടെ ഒന്നും പേര് പറയാറില്ല. അപ്പോൾ അയാളുടെ പ്രാണൻ പോയെന്ന് പറഞ്ഞാൽ വ്യക്തി മരിച്ചെന്നതിൻ്റെ അർത്ഥം. പ്രാണന് അത്ര പ്രാധാന്യമുണ്ട്. 5 വായുക്കളിൽ പ്രാണന് അതുപോലെ പ്രാധാന്യമുണ്ട്. ആ പ്രാണൻ കുടികൊള്ളുന്നത് എവിടെ? ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത്. ആ പ്രാണൻ ഹൃദയത്തിൽ കുടികൊള്ളുന്നതുകൊണ്ടാണ് നമ്മൾക്ക് വികാരങ്ങളും നമ്മളുടെ എല്ലാ വികാരങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മൾ നെഞ്ചു തൊട്ടാണ് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ പ്രാണൻ കുടികൊള്ളുന്നത് ഹൃദയത്തിലാണ് സദാശിവൻ കുടികൊള്ളുന്നത്. അത് ഹൃദയത്തിലാണ്. വൈകാരികമായ എല്ലാ കാര്യങ്ങളും ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം വലിയ യുക്തിവാദി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാട്ടുവാസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അറിവില്ലാത്ത ആളായിക്കോട്ടെ, ആരും ഞാനെന്ന് ഇങ്ങനെ പറയാറുണ്ടോ? അല്ലെങ്കിൽ ആരും ഞാൻ എന്നിങ്ങനെ പറയാറുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്നിങ്ങനെ പറയാറുണ്ടോ? ആരും പറയാറില്ല. അതെന്തുകൊണ്ടാണ്? അങ്ങനെ പറഞ്ഞാലല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തുകൊണ്ടാണ് പറയാത്തത്? അത് ഞാനെന്ന് നെഞ്ചി തൊട്ട് പറയുമ്പോഴാണ് ഞാനെന്നുള്ള വികാരം ഉണ്ടാകുന്നത്, ഞാനെന്നുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നത്, ഞാനെന്നുള്ള എക്സിസ്റ്റൻസ് ഞാൻ അനുഭവിക്കുന്നത്, ഞാനെന്ന ഭാവം, ഞാനെന്നുള്ള ആ ഒരു വികാരം ഞാൻ അനുഭവിക്കുന്നത് നെഞ്ചിൽ തൊട്ട് പറയുമ്പോഴാണ്. പറഞ്ഞ മനസ്സിലാവുന്നുള്ളൂ? അവിടെ അതാണ് നെഞ്ചിൻ്റെ പ്രാധാന്യം. ആ നെഞ്ചിൽ, ഹൃദയത്തിൽ ആണ് നമ്മൾ ശിവലിംഗം ധ്യാനിക്കുന്നത്. പരമമായ വിദ്യ എന്ന് പറയാനുള്ള കാര്യം അതുകൊണ്ടാണ്. അപ്പോൾ ആ ഹൃദയത്തിൽ നമ്മൾ ശിവലിംഗം ധ്യാനിച്ചിട്ട് ആ ശിവലിംഗത്തെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഇത് ശിവലിംഗം എന്ന് വിചാരിക്കുക, മനസ്സുകൊണ്ട് ചുഴറ്റുക, അതിന് ചുറ്റും മനസ്സുകൊണ്ട് വലം വയ്ക്കുക. അപ്പം അതിൻ്റെ രഹസ്യം എന്താണ്? മനസ്സുകൊണ്ട് ആ ശിവലിംഗത്തിന് ചുറ്റും നമ്മളൊന്ന് മനസ്സുകൊണ്ട് വലം വയ്ക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? ഒരു കേന്ദ്രത്തിന് ചുറ്റും, ആ കേന്ദ്രത്തിന് ചുറ്റും വൃത്താകൃതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ കേന്ദ്രത്തിനുള്ളിൽ നിന്നും സമദൂരത്തിലായിരിക്കും ഏകദേശം ഈ വൃത്തത്തിലെ ഓരോ ബിന്ദുക്കളിലെയും ഒരു പൊസിഷൻ. മാത്രമല്ല ഈ കേന്ദ്രത്തിൽ നിന്നും ഈ വൃത്തത്തിലേക്ക് അതിൻ്റെ എനർജി, കേന്ദ്രത്തിൽ നിന്ന് ഒരു എനർജി പ്രവഹിക്കുകയും ചെയ്യും. ആ ഒരു രഹസ്യവിദ്യ തന്നെയാണ് പല ശൈവ സിദ്ധന്മാരും ഒക്കെ ചെയ്യുന്നത്. അതായത് അവർ പ്രാണനെ എവിടെ കൊണ്ടുപോകും? ആജ്ഞയെ കൊണ്ടുപോയി അവിടെ ചുഴറ്റും. അങ്ങനെയാണ് അതിന് ഉൾഗതി പ്രാണായാമം എന്നൊക്കെ പറയും. അത് ചില സിദ്ധവിദ്യകളിൽ, ചില ശൈവവിദ്യകളിൽ ഒക്കെ ചില ഗുരുക്കന്മാർ ചെയ്യുന്നതാണ്. അത് നിങ്ങളത് ചെയ്യുകയും വേണ്ട. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കേന്ദ്രത്തിന് ചുറ്റും ഈ മനസ്സുകൊണ്ട് ചുഴറ്റുമ്പോഴാണ് അവിടെ ഒരു ഊർജത്തിൻ്റെ വ്യാപനം ഉണ്ടാകുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ എന്താ ചെയ്യുന്നത്? ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്തിരിക്കുന്ന പ്രതിഷ്ഠയ്ക്ക് ചുറ്റും നമ്മൾ വലം വയ്ക്കുക. പറഞ്ഞ മനസ്സിലായോ? ആ വൃത്താകൃതി വലം വയ്ക്കുമ്പോഴാണ് ആ പ്രതിഷ്ഠയിൽ നിന്ന് എനർജി നമ്മളിലേക്ക് ശരിക്കും വ്യാപനം ചെയ്യുന്നത്. ആ തത്വമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളത് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ രഹസ്യം ഇതാണ്. അപ്പം വൃത്തത്തിലെ ഓരോ ബിന്ദുവിലേക്കും കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം ഏകദേശം ഒരു സമമായിരിക്കും. അതുകൊണ്ട് തന്നെ തുല്യ അളവിൽ എനർജി വ്യാപിക്കുമെന്നുള്ളതാണ് ഈ ഒരു കേന്ദ്രത്തിന് ചുറ്റും നമ്മൾ വലം വയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ശ്രീകോവിലിന് ചുറ്റും, പ്രതിഷ്ഠയ്ക്ക് ചുറ്റും, ശ്രീകോവിലിന് ചുറ്റും വലം വയ്ക്കുമ്പോൾ നമ്മളിലേക്ക് എനർജി വ്യാപനം ചെയ്യും. അതാണ് ആ ചുറ്റുന്നതിൻ്റെ രഹസ്യം. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്താ? ശിവലിംഗത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച്
അതിന് ചുറ്റും മനസ്സുകൊണ്ട് ചുറ്റുകയാണ് 3 പ്രാവശ്യം ജഗത് സർവം ശിവോഹം എന്ന അത്ഭുത മന്ത്രം ജപിച്ച്. എന്ന് വെച്ചാൽ ശിവനല്ലാതെ യാതൊന്നുമില്ലെന്ന് പറഞ്ഞു മനസ്സിലാവും. ജഗത് സർവം, ജഗത്ത് എന്ന് വെച്ചാൽ ലോകം. ലോകം എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ ലോകം എന്താ? നിങ്ങൾ കാണുന്ന കാര്യം, നിങ്ങൾ കേൾക്കുന്ന കാര്യം, നിങ്ങളുടെ മുന്നിലുള്ളതാണ് നിങ്ങളുടെ ലോകം. അതാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ലോകം, നമ്മുടെ ഉള്ളിലുള്ളതും നമ്മളുടെ ലോകമാണ്. നമ്മുടെ ഉള്ളിലുള്ള ബോധവും നമ്മുടെ ഉള്ളിലുള്ളതും നമ്മുടെ ലോകമാണ്. ഈ അകവും പുറവുമുള്ള ലോകം ചേരുമ്പോഴാണ് നമ്മളുടെ യഥാർത്ഥ ലോകമാകുന്നത്. ആ യഥാർത്ഥ ലോകത്തെയാണ് ഇവിടെ ജഗത് എന്ന് ഈ മന്ത്രത്തിൽ ഉദ്ദേശിക്കുന്നത്. ജഗത് സർവം. അപ്പം എൻ്റെ പുറവും എൻ്റെ അകവുമുള്ള ആ ലോകം മുഴുവൻ, അത് മുഴുവൻ ശിവനാണ്. ജഗത് സർവം ശിവഹം. അങ്ങനെ മനസ്സിലാക്കി വേണം ഇത് ചെയ്യാൻ. അപ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാം, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം, എന്നിട്ടേ ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ശിവാനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ തുടങ്ങുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് സമ്പത്തും ഐശ്വര്യം വരാൻ തുടങ്ങുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ ഒന്നും പറയണ്ട, ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പുറമേ ഉള്ള ലോകവും അകമേ ഉള്ള ലോകവും ശിവനാണ് എന്ന് അറിയുന്ന ആ ശിവബോധമാണ്. ശിവോഹം എന്ന് വെച്ചാൽ ആ ശിവബോധമാണ്, എനർജിയാണ്, ഭഗവാനാണ് എന്നുള്ള ആ ചിന്തയിൽ ചെയ്യുമ്പോഴാണ് അത് ബലമുണ്ടാകുന്നത്. അപ്പം ഈ വിദ്യ നിങ്ങൾക്ക് രാവിലെ കുളി കഴിഞ്ഞ് ചെയ്യാം, ഉണർന്ന ഉടനെ ചെയ്യാം, വൈകിട്ട് ചെയ്യാം. ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ജലാംശം കാലും കൈയും മുഖം ഒന്ന് ജലം തൊട്ട് നനയ്ക്കണം. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശരീരത്തിന് ഒരു ഉണർവ് കിട്ടും. ഉണർവ് കിട്ടുമ്പോൾ നമ്മുടെ മൈൻഡ് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരും, ആ നിമിഷത്തിലേക്ക് വരും. ആ ഉണർവ് കിട്ടുമ്പം അതിനുവേണ്ടിയാണ് കൈയും കാലും മുഖം നനയ്ക്കാൻ പറഞ്ഞത്. ഇതിന് നിങ്ങൾക്കിത് ഓഫീസിൽ ഇരുന്ന് ഇടയ്ക്ക് ചെയ്യാം, എപ്പം വേണേലും ചെയ്യാം. പക്ഷേ രാവിലെ വേണ്ടി നിർബന്ധമായി ചെയ്തിരിക്കണം. ഇത് സൂക്ഷ്മമായ വിദ്യയാണ്, പരമമായ വിദ്യയാണ്. ഇത് ചെയ്യുന്നവനെ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുത്തും ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാകും. ഭഗവാന്റെ സംരക്ഷണം ആ വ്യക്തിക്ക് ഉണ്ടാകും. വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം. അപ്പം ഇത് അത്ഭുതകരമായ വിദ്യയാണ്. ഇത് ആര് ചെയ്താലും അവൻ്റെ മനോകാമനകളെ ഭഗവാൻ നടത്തിക്കൊടുക്കും. ആ വ്യക്തിയിലേക്ക് ഊർജം എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും സൂക്ഷ്മതലത്തിലുള്ള ഊർജമാണ്. അപ്പോൾ നമ്മൾ ആ ശിവനാകുന്ന ആ ഊർജത്തെ നമ്മൾ ആ ശിവലിംഗത്തിന് ചുറ്റും ചുഴറ്റുമ്പോൾ ആ ശിവ ഊർജം നമ്മുടെ ഊർജവുമായി കണക്റ്റ് ആകും. എല്ലാ ഊർജങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. അവിടെ നമ്മൾ ഊർജ്ജതലത്തിൽ ചെയ്യുമ്പോഴാണ് ശരിക്കും സൂക്ഷ്മതലങ്ങൾ തമ്മിൽ കണക്റ്റ് ആകുന്നത്. നമ്മൾ ഊർജ്ജതലത്തിൽ നമ്മൾ ഒരു വിദ്യ ചെയ്യുമ്പോഴാണ് സൂക്ഷ്മതലങ്ങൾ ആ ശരിക്കുമുള്ള ആ ഭഗവാന്റെ ആ അനുഗ്രഹവുമായിട്ട് എനർജിയുമായിട്ട് കണക്റ്റ് ആകുന്നത്. അതാണ് ഈ വിദ്യയുടെ രഹസ്യം. നമ്മളുടെ മനസ്സ് എപ്പോഴും നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ പുറകെ, കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കണ്ണുകൊണ്ടൊരു കാര്യം കാണുമ്പോൾ നമ്മുടെ ദൃഷ്ടി പോകുക കൂടെ അല്ല, നമ്മുടെ മനസ്സുകൂടെ അങ്ങോട്ട് പോകുന്നത്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ചെവിയിലേക്ക് അത് കേൾക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സുകൂടെ അതിൻ്റെ പുറകെ പോകുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പം നമ്മുടെ മനസ്സുകൂടെ അതിൻ്റെ പുറകിലേ പോകുന്നത്. അപ്പം നമ്മുടെ മനസ്സ് പല കാര്യങ്ങളിലും വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കെല്ലാം ഉണ്ട്, പക്ഷെ മനസ്സിന് സന്തോഷമില്ല. ഒരു ടെൻഷൻ വന്നാൽ ആ നിമിഷം ചിലപ്പോൾ എന്ത് അബദ്ധവും കാണിക്കാം, ജീവിക്കണ്ടെന്ന് തോന്നലുണ്ടാകാം, എന്ത് കടുകയും ചെയ്യാം. കാരണം മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം വന്നാലേ താങ്ങാനുള്ള ഒരു കഴിവ് മനസ്സിന് കിട്ടുന്നില്ല. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ മനസ്സിനെ ശാന്തമാക്കാൻ, മനസ്സിനെ അനുഭവിക്കാൻ, സ്വയം അനുഭവിക്കാൻ ഉള്ള വിദ്യ മാത്രം പഠിപ്പിക്കുന്നില്ല. ബാക്കി എല്ലാം പഠിക്കുന്നുണ്ട്. പണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, പല ഭാഷകൾ പഠിക്കുന്നുണ്ട്, വിദേശത്ത് പോയി ജോലി ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്, ഈ പണം ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ സ്വന്തം മനസ്സിനെ മാത്രം നിയന്ത്രിക്കാൻ കഴിവില്ലെങ്കിൽ എന്നെ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഒന്നുകിൽ ഡിപ്രഷൻ അടിച്ച് ഒരു പരുവമാകും, അല്ലെങ്കിൽ മനസ്സിനൊരു ടെൻഷൻ വന്നാൽ എന്തോ ചെയ്യുന്നത്. ഇന്നത്തെ തലമുറ നമ്മൾ ടി വിയിലും വീഡിയോയിലൊക്കെ കാണാൻ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് മനസ്സുകൊണ്ട് ഒന്നിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. അത് അവരുടെ തെറ്റല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യകൾ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് ഈ വെളിയിലേക്ക് പോകുന്ന മനസ്സ് വെളിയിലേക്ക് ഓരോ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുമ്പോഴും മനസ്സങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ബോധം കൂടെയാണ് പോകുന്നത്, നിങ്ങളുടെ മൈൻഡാണ് പോകുന്നത്. അപ്പോൾ ആ മനസ്സിനെപ്പോഴും ഏകീകരിക്കുമ്പോഴാണ് മനസ്സിന് ശക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു വിദ്യ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ശിവലിംഗത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് മുഴുവനായിട്ട് ഫോക്കസ് ആകുകയാണ്. മനസ്സ് അവിടെ വരികയാണ്. അപ്പം മനസ്സിനെ ഒരു കറക്റ്റ് പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്.
അങ്ങനെ കൊണ്ടുവരുന്ന ആ മനസ്സിലെ ചിന്തകളില്ലാത്ത മനസ്സിലാണ് എല്ലാ ശക്തിയും ഉള്ളത്. ചിന്തകളില്ലാത്ത മനസ്സിനാണ് ഏറ്റവും പവറുള്ളത്. അതാണ് യോഗീശ്വരന്മാരെ മഹർഷിമാരുടെ ഒക്കെ പവർ. അപ്പം നിങ്ങൾ ഒരു മിനിറ്റെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ചിന്തയില്ലാതെ പരിശീലിക്കുമ്പോൾ, ഇത് ദിവസവും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനും അതുപോലെ ശക്തി കൈവരും. പിന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ അതിനെ അതിജീവിക്കും. നിങ്ങൾ മാനസികമായി ശക്തിയുള്ളവരായിത്തീരും. അപ്പം മനസ്സിനെ അല്പനേരത്തേക്ക് നിശ്ചലമാക്കുകയാണ്, ചിന്തകളില്ലാതാക്കുകയാണ്. ആ നിശ്ചലമായ മനസ്സിലാണ് സർവ്വവും കുടികൊള്ളുന്നത്. കാരണം മനസ്സിൻ്റെ യഥാർത്ഥ സ്വഭാവം നിശ്ചലതയാണ്. നമ്മളിപ്പോൾ ഉറങ്ങുന്നു. എന്തുകൊണ്ടാണ് ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പറയുന്നത്, ചിലപ്പം പറയാറുണ്ട്, എനിക്ക് നല്ലൊരു ഉറക്കം കിട്ടി, അതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട്. നമ്മൾ വേറെ എന്ത് ചെയ്താലും ഇപ്പോൾ നമുക്ക് ആ ഒരു സുഖം കിട്ടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റിലാക്സ് ആവുന്നത് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴാണ്. എന്ന് വെച്ചാൽ സ്വപ്നങ്ങളില്ലാത്തൊരവസ്ഥയുണ്ട്, ഡീപ്പ് സ്ലീപ്പ്, ഒരു ചിന്തയും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം നമ്മുടെ മൈൻഡ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ആ ഒരു സുഖത്തെ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഉറക്കം കഴിയുമ്പോൾ നമ്മൾ അതുപോലെ എനർജറ്റിക് ആണ്, നമുക്കൊരു ശാന്തതയുണ്ട്. നമ്മൾക്ക് നല്ല ഒരു ഉറക്കം കിട്ടാത്ത ഒരു വ്യക്തി എപ്പോഴും ഭയങ്കര ഏത് പറഞ്ഞാലും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, ഭയങ്കര ടെൻഷനായിരിക്കും, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടും. ഉറക്കം കിട്ടുന്ന കറക്റ്റായിട്ട് നമുക്കൊരു ശാന്തതയുണ്ട്. അത് എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ മനസ്സിലേക്ക് നമ്മളുടെ ബോധം നമ്മൾ ആ ഒരു ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ്, നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മളെ അനുഭവിക്കുന്നത്, നമ്മൾ ആ നിമിഷത്തെ അനുഭവിക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു നിശ്ചലത ഉണ്ടാകും, ഒരു ചിന്തയുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. ആ ഒരു അവസ്ഥ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുമ്പോൾ മനസ്സ് ഭാവി കാലത്തിലേക്കും പോകും, ഭൂതകാലത്തിലേക്കും പോകും. ഇങ്ങനെ മനസ്സ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പല വ്യക്തികളിലേക്കും മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലെ ചിന്തകൾ ഊർജ്ജമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് എത്ര വികേന്ദ്രീകരിച്ച് എത്ര പലതിലേക്ക് പോകുന്ന അതിനനുസരിച്ച് നിങ്ങൾക്ക് ടെൻഷൻ കൂടും. അപ്പോൾ ആ മനസ്സിനെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് ഒരു നിമിഷമെങ്കിലും നമ്മുടെ ഉള്ളിലെ ആ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ചിന്തയില്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു ദൈവീകതയുണ്ട്. അവിടാണ് ശരിക്കും ഈശ്വരനെ നിങ്ങൾ അറിയുന്നത്, ദൈവീകത ഉണ്ടാകുന്നത്. ശുദ്ധമായ ബോധത്തിലേക്ക് വരും, പരിശുദ്ധമായ ബോധത്തിലേക്ക് വരും. ഞാനെന്നുള്ള ചിന്ത അവിടെ ഇല്ല, ഒന്നുമില്ലായ്മയാണ്. നമ്മൾ ഒന്നുമില്ലായ്മ, ഒരു ചിന്തയില്ലാതാണ് ഇവിടെ ശിവലിംഗത്തെ ധ്യാനിച്ചിരിക്കുന്നത്, ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനില്ലാതാകുമ്പോൾ എൻ്റെ സങ്കടങ്ങളും എൻ്റെ വിഷമങ്ങളും എൻ്റെ ദുരിതങ്ങളും ഒക്കെ ആ ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മളിൽ നിന്ന് ഇല്ലാതാവുകയാണ്. നമ്മൾ ധ്യാനിക്കുമ്പോൾ ഞാനെന്നുള്ള ചിന്ത ഇല്ലാതാണ് ധ്യാനിക്കുന്നത്. നിങ്ങളിത് ചെയ്തു നോക്ക്. എന്നിട്ട് അതിൻ്റെ സന്തോഷം, സമാധാനം, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ നിങ്ങൾ അനുഭവിച്ചോളുക. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുമെങ്കിൽ നല്ല നല്ല ആളുകളോട് പറഞ്ഞു കൊടുക്കുക, അല്ലെ വീഡിയോ ഷെയർ ചെയ്യുകയോ പറഞ്ഞു കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാവർക്കും ആ സന്തോഷം കിട്ടട്ടെ, എല്ലാവരും ഈശ്വരനെ അറിയട്ടെ, എല്ലാവരും ശിവനെ അറിയട്ടെ, എല്ലാവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറട്ടെ. ഒരു വ്യക്തി പോലും ടെൻഷൻ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാതിരിക്കട്ടെ. അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ടെൻഷൻ അടിച്ച് ജീവിതം നശിപ്പിക്കാതിരിക്കട്ടെ. ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ കുടുംബവും നശിക്കും, തൊഴിലും നശിക്കും, ജീവിതവും നശിപ്പിച്ച് അലഞ്ഞിരിഞ്ഞ് നടന്ന് ടെൻഷൻ കൊണ്ട് ആരെയും ജീവിതം മോശമാകരുത്. പിന്നെ എല്ലാ തടസ്സവും ഭഗവാൻ മാറ്റിത്തരും. നിങ്ങൾ ചെയ്യുന്ന തൊഴിലൊക്കെ ഏറ്റവും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഏത് വിദ്യയും ഏത് തൊഴിലും ഏത് കാര്യവും മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ, മനസ്സിനൊരു ശാന്തത ഉണ്ടെങ്കിൽ ഏത് കാര്യവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി കൂടും. നമ്മളിപ്പോൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളൊരു നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലം കാണാൻ പോകുന്നു. ഒരു കടൽ തീരമായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമായിക്കോട്ടെ, നമ്മൾ എവിടെ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കൊരു ശാന്തി, സമാധാനം, ഒരു ചേഞ്ച്, മനസ്സിനൊരു റിലാക്സ് കിട്ടാൻ വേണ്ടിയാണ്. അവിടെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് മനസ്സിന് റിലാക്സ് കിട്ടുന്നത്? പ്രകൃതിയിലേക്ക് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് റിലാക്സ് കിട്ടുന്നത്? പ്രകൃതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അവിടെ എല്ലാം ഒരു താളത്തിലാണ്. അവിടെ ഒന്നിനും ഒരു ടെൻഷനില്ല. പക്ഷികളാണേലും മരങ്ങളാണേലും അവിടെ ജീവജാലങ്ങളാണേലും അതെല്ലാം ഒരു താളത്തിലാണ് പോകുന്നത്, ഒരു താളത്തിലാണ് അവിടെ ജീവിതം. അല്ലാതെ നമ്മളെപ്പോലെ നെട്ടോട്ടം ഓടുകയോ നാളേക്ക് വേണ്ടി ജീവിക്കുകയോ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. പക്ഷികളാണെങ്കിലും അന്നന്നത്തേക്കുള്ള ഭക്ഷണം കണ്ടെത്തുന്നു, അവരത് ആസ്വദിക്കുന്നു, അവർക്ക് ആ നാളെയിലേക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമില്ല. പക്ഷെ നമ്മളതല്ല, നമ്മൾ ഇന്നിലല്ല ജീവിക്കുന്നത്, നമ്മളെല്ലാം നാളെയിലേക്കാണ് സമ്പാദിക്കുന്നത്, നാളെയിലേക്കാണ് ജീവിക്കുന്നത്. മക്കൾക്കും മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും സമ്പാദിക്കാൻ വേണ്ടി ഇപ്പോഴേ കിടന്ന് നെട്ടോട്ടം ഓടി ലാസ്റ്റ് എന്തോ സംഭവിക്കുന്നത്? മക്കളുടെ മക്കളും ഒക്കെ അവരുടേതായ രീതിയിലായിരിക്കും ജീവിക്കുന്നത്. അവർ ചിലപ്പോൾ ഇതെല്ലാം വിറ്റ് പൈസയെല്ലാം കിട്ടി അടിച്ചു പൊളിച്ചായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ ഇത് നമ്മളുടെ ആ ജീവിതവും നമ്മളുടെ സമയവും എല്ലാം നെട്ടോട്ടം ഓടുകയാണ്.
അങ്ങനെ പൈസ സമ്പാദിക്കരുതെന്നല്ല പറഞ്ഞത്, സമ്പാദിച്ചു അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു നിമിഷമെങ്കിലും അല്പനേരമല്ലേ നിങ്ങൾ നിങ്ങളെ അനുഭവിക്കണം, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം. നമ്മൾ ഭൂരിഭാഗം സമയം ജീവിതത്തിൽ ജീവിക്കുന്നത് ഒന്നുകിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. തൊഴിൽ കസ്റ്റമേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി. വീട്ടിൽ വന്നാലും നിങ്ങളിപ്പോൾ മക്കളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, അല്ലെങ്കിൽ ഭാര്യയാണ് ഭർത്താവിൻ്റെ കാര്യം, നമ്മൾ ഭൂരിഭാഗം സമയവും നമ്മൾ ചിന്തിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയുമാണ്. ജീവിതത്തിൽ ഒരു മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങളെ അനുഭവിക്കുക, നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരബോധത്തെ അനുഭവിക്കുക, സന്തോഷത്തെ അനുഭവിക്കുക, ഈശ്വരനെ അനുഭവിക്കുക, ശിവബോധം അറിയുക. നോക്കൂ എത്ര മനോഹരമായിരിക്കും അത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യം നമ്മളുടെ ശരീരം കൊണ്ട് നമ്മൾ നെട്ടോട്ടം ഓടുന്നതും കൂടാതെ നമ്മുടെ മനസ്സും അതുപോലെ അലഞ്ഞലഞ്ഞ് എപ്പോഴും ചിന്തകളും ടെൻഷനിലും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആ ശുദ്ധബോധത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നമ്മളെ അനുഭവിക്കാൻ തുടങ്ങും. അവിടെയാണ് ജീവിതം മാറുന്നത്. അതാണ് ആ ഒരു നിമിഷമാണ് ജീവിതം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള വലിയ കാര്യങ്ങളൊന്നും അല്ല. ഈ ശ്വാസം ഒരു അല്പനേരം നിന്നാൽ മതി നമ്മളില്ലാതാകാൻ. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ ആധികാരികതയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം അത്രയേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഞാൻ ശ്രദ്ധിച്ച് പോയാൽ പോലും ഒരു വണ്ടി തെറ്റായിട്ട് വണ്ടിക്ക് നിയന്ത്രണം ഇല്ലാതെ വന്ന് എന്നെ അടിച്ചാലും ഞാൻ ഇല്ലാതാകാം. അവിടെ ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ധാരാളം എപ്പം വേണേലും എന്തും സംഭവിക്കാം. അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമ്മുടെ. ആ ജീവിതത്തെയാണ് നമുക്ക് കിട്ടുന്ന നിമിഷത്തെ നമ്മൾ അനുഭവിക്കാതെ നമ്മൾ വേറെ ഏതോ ഒരു കാലത്ത് ജീവിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിതം ഒന്നും അല്ലാതെ ആയി നമ്മൾ മരിച്ചു പോകുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുമ്പം സന്തോഷത്തോടെ ഒരു നിമിഷമെങ്കിലും ജീവിക്കുക, ആ ജീവിതത്തെ അനുഭവിക്കുക, ആ നിമിഷത്തെ അനുഭവിക്കുക, ഈശ്വരനെ അനുഭവിക്കുക, പറ്റുന്ന നന്മകൾ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വിദ്യ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, ശരിയായിട്ട് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി ഒരു കാര്യമൊക്കെ വെച്ചിരുന്നു, അതെല്ലാം മറന്നുപോയി. വേറെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എന്ത് ചെയ്യാം, പക്ഷേ ഇനി അടുത്ത വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഏത് വിദ്യയും നമുക്ക് വശമാക്കിയെടുക്കാൻ കുറച്ച് കൂട്ടി ചെയ്യുക. ഇന്നിപ്പോൾ ഒരു അരമിനിറ്റ് ചെയ്തെങ്കിൽ നാളെ അരമിനിറ്റ്, അങ്ങനെ കുറച്ച് നാൾ കൊണ്ട് അല്പം കൂടുതൽ ചെയ്യുക. കുറച്ച് കൂട്ടി ചെയ്താൽ ഏത് കാര്യം വശപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഇൻ്റലിജൻസ്. കുറച്ച് കൂട്ടുക, കുറച്ച് കൂടുതൽ ചെയ്യുക. ആദ്യമേ ഒരുപാട് നേരമൊന്നുമില്ല. ആദ്യം 1 മിനിറ്റോ 1/2 മിനിറ്റോ ചെയ്യുക, രാവിലെ പോയിട്ടും ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ചെയ്യുക. പിന്നെ വേണേൽ അല്പമായിട്ട് പല ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ചില സമയം കൂട്ടി കൊണ്ടുവരാം. കുറച്ച് കൂട്ടി ചെയ്താൽ ഏത് വിദ്യയും വശമാക്കാം. പണ്ടുള്ളവരൊരു ചെല്ല് പറയും, പയ്യെ തിന്നാ പനയും തിന്നാന്ന്. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ നിങ്ങൾ ശീലമാക്കുക. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. ഒന്നും ആഗ്രഹിച്ചാലും ഒന്നിനും വേണ്ടിയല്ല. എനിക്ക് വീഡിയോയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയാം, പക്ഷെ ഇതെല്ലാവർക്കും ഗുണമുണ്ടാകണം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. എല്ലാവരും ജീവിതത്തിൽ സമ്പത്ത്, ഐശ്വര്യം, ശുഭഗവാന്റെ അനുഗ്രഹം, ശുദ്ധബോധം, ആ നിമിഷം ജീവിതത്തെ അറിയണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രാർത്ഥനയോടെ ഇതെല്ലാവരിലേക്ക് എത്തട്ടെ എന്ന് ജഗദീശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പരമമായ വിദ്യ പറഞ്ഞതെന്ന് നിങ്ങൾ തന്നെ അത് അനുഭവിച്ചറിയുക. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്നെ കണ്ടാൽ വഴി വെച്ച് മിണ്ടിയാൽ പോലും ഇല്ലേലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഞാൻ അതിനുവേണ്ടി ഒന്നും അല്ല പറയുന്നത്. നിങ്ങൾക്ക് പ്രയോജനം കിട്ടണം, ചെയ്യുന്നവർക്ക് പ്രയോജനം കിട്ടണം, അവർ ഈശ്വരനെ അറിയണം, അവർ ആ നിമിഷത്തെ അറിയണം, അവർ ജീവിതത്തെ അനുഭവിക്കണം, അവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം എന്ന് മാത്രമുള്ള പ്രാർത്ഥനയേ ഉള്ളൂ ജഗദീശ്വരനോട്. അല്ല ഞാനെന്നുള്ള വ്യക്തിയെ ഇവിടെ ആരുമല്ല, ഒന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനാണ്. എപ്പോഴോ ജനിച്ചു, എപ്പോഴോ ഇല്ലാതാവേണ്ട ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ മുഴുവൻ ശിവബോധമാണ്. ഞാനെന്നുള്ള എൻ്റെ എല്ലാ ശിവബോധം അത് അനശ്വരമാണ്. അതെൻ്റെ മരണശേഷമാണെങ്കിലും ആ ശിവനിൽ തന്നെ ലയിക്കും. കാരണം ഓരോ ശ്വാസത്തിലും ഞാൻ ആ ശിവവിദ്യ ചെയ്യുന്നതാണ്. പക്ഷെ ഞാനെന്നുള്ള വ്യക്തി ആരുമല്ല, ഒന്നുമല്ല. അപ്പം നിങ്ങൾ ഈ വിദ്യ ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും പറയാറില്ല. നിങ്ങൾ എൻ്റെ പുറകെ നടക്കാനോ അല്ലെങ്കിൽ എനിക്ക് കെട്ടിടം പണിത് തരാനോ എന്നെ ഗുരുവായിട്ട് കാണാനോ ഒന്നും ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നത് പോലും ചെയ്യത്തില്ല. നിങ്ങൾ എന്നെ കണ്ടാൽ മിണ്ടുക പോലും ചെയ്യണ്ട. ഞാൻ ആരുമല്ല, ഒന്നുമല്ല. നിങ്ങൾ പരമേശ്വരനെ ഗുരുവായിട്ട് സങ്കല്പിക്കുക. എനിക്കറിയാവുന്ന, ഞാൻ അനുഭവിക്കുന്ന, എനിക്ക് ഭഗവാൻ തന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ.
നിങ്ങളത് ഭഗവാനോട് നന്ദി പറയുക, നിങ്ങളതിനെ അനുഭവിക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും സന്തോഷങ്ങൾ കൊണ്ടുവരിക, നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമാകട്ടെ എന്ന് മാത്രം ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരമേശ്വരനോട് നന്ദിയും പറഞ്ഞുകൊണ്ട് പരമേശ്വരൻ്റെ മഹത്വവും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഉണ്ടാകട്ടെ, ജീവിതം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.